ജർമ്മനിയിലോട്ട് മൂവ് ചെയ്യേണ്ട പ്രൊസീജിയർ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഏകദേശം ഒരു 11 ഡോക്യുമെന്റ്. സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പോളണ്ടിലുള്ള ബസ് ഡ്രൈവർമാർക്കും ട്രക്ക് ഡ്രൈവർമാർക്കും ജർമ്മനിയിലോട്ട് മൂവ് ചെയ്യേണ്ട പ്രൊസീജിയറും എംബസി സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജർമ്മനിയിലുള്ള ഒരു എംപ്ലോയറിനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളണ്ടിൽ നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞാനൊരു മെയിൽ അയച്ച ശേഷമാണ് ഞാനൊരു എംപ്ലോയറിനെ കണ്ടുപിടിച്ചത്. ഒരു കമ്പനിയുടെ മെയിൽ അയച്ചു, അവരെനിക്ക് വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്തു. അതിനുശേഷം ഞാൻ ഈ പോളണ്ടിലുള്ള ജർമ്മൻ എംബസിയിൽ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. വിസ അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം നമുക്ക് ഒരു കൂട്ടം ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 11 ഡോക്യുമെന്റോളം നമുക്ക് എംബസിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ വിസ ആപ്ലിക്കേഷൻ ഫോം ആണ്. ഇത് നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഹാൻഡ് ഫില്ല് ചെയ്യുകയോ അല്ലെ ഓൺലൈൻ വഴി ഫില്ല് ചെയ്യുകയോ ചെയ്യാൻ പറ്റും. നമുക്ക് രണ്ടാമത്തെ ഡോക്യുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ട്, വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് വേണം. മൂന്നാമത്തെ ഡോക്യുമെന്റ് വെച്ചാൽ പാസ്പോർട്ട് സൈസ് 2 ഫോട്ടോസ് നമുക്ക് വേണം. 3 മാസം കാലാവധിയുള്ള റെസിഡൻസ് കാർഡ് ഉള്ളവർക്ക് മാത്രമേ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അഞ്ചാമത്തെ ഡോക്യുമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ കറന്റ്ലി വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ പേ സ്ലിപ്പും ടാക്സ് അടച്ച പേപ്പറും പ്ലസ് നല്ലൊരു CV ഉണ്ടാക്കുക എന്നതാണ്. ആറാമത്തെ ഡോക്യുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക് കോൺട്രാക്ട് ആണ് നമുക്ക് വേണ്ടത്. അപ്പം എംപ്ലോയറും നമ്മളും ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിരിക്കണം. മിനിമം സാലറി അതിന്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുകയും വേണം. ഏഴാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി കൊമേഴ്ഷ്യലി രജിസ്റ്റേർഡ് ആണെന്നുള്ള ഒരു ഡോക്യുമെന്റ് കൂടെ നമുക്ക് ആവശ്യമാണ്. എട്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റ് കൂടാതെ നമുക്ക് എംപ്ലോയ്മെന്റ് ഡിക്ലറേഷൻ ഫോം വേണം. ഇതിൽ എംപ്ലോയറും നമ്മളും സൈൻ ചെയ്തിരിക്കും. ഒമ്പതാമത്തെ ഡോക്യുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാലിഡ് ആയിട്ട് ഒരു യൂറോപ്യൻ ലൈസൻസ് വേണം. അതിന്റെ കോപ്പിയും ഒറിജിനലും നമുക്ക് വേണ്ടതാവും. പത്താമത്തെ ഡോക്യുമെന്റ് എന്ന് വെച്ചാൽ കോഡ് 95, വാലിഡ് ആയിട്ടുള്ള ഒരു കോഡ് 95ന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ്. 11ാമത്തെ ഡോക്യുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു നല്ലൊരു കവർ ലെറ്റർ ഉണ്ടാക്കുക. അതിന്റെ അകത്ത് നമ്മൾ മെൻഷൻ ചെയ്യുക എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് വെച്ചേക്കുന്നതെന്ന് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. പിന്നെ കറന്റ്ലി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എല്ലാം അതിന്റെ അകത്ത് മെൻഷൻ ചെയ്യുക. ഇപ്പം വിസ ഓഫീസർ നമ്മുടെ കവർ ലെറ്റർ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ വിസ പ്രോസസ്സിംഗ് ഈസി ആക്കാൻ പറ്റും. കാരണം വെച്ചാൽ അവർക്ക് വ്യക്തമായിട്ടൊരു ധാരണ കാണും എന്തൊക്കെ നമ്മൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, കറന്റ്ലി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എല്ലാം അവർക്ക് മനസ്സിലാവും. അപ്പം വിസ പ്രോസസ്സിംഗ് എളുപ്പമാകാൻ ഇത് സഹായിക്കും. നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വിസ ഫീസ് അവിടെ അടക്കേണ്ടതായിട്ട് വരുന്നു. അത് ഏകദേശം ഒരു 75 യൂറോ നമ്മൾ അവിടെ അടച്ചതിന് ശേഷം നമുക്ക് ഒരു സ്ലിപ്പ് തരും. ഈ സ്ലിപ്പിന്റെ അകത്ത് നമുക്ക് ട്രാക്കിംഗ് നമ്പർ ഉണ്ട്. പക്ഷെ നമുക്ക് വെബ്സൈറ്റ് വഴി ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ വിസ കളക്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഇത് ഉപകാരപ്പെടും. ഈ ട്രാക്കിംഗ് നമ്പർ കൊടുത്താൽ മാത്രമേ നമുക്ക് വിസ അടിച്ച് കിട്ടത്തുള്ളൂ. ഇവര് വിസ പ്രോസസ്സിംഗ് ടൈം തന്നെ 10 മുതൽ 14 ദിവസം വരെയാണ്. അപ്പം ഈ 10 മുതൽ 14 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഡോക്യുമെന്റ് മിസ്സിംഗ് ഉണ്ടെങ്കിൽ നമ്മളെ മെയിൽ വഴി അവർ കോൺടാക്ട് ചെയ്യും. അപ്പം നമുക്ക് ഒരുപക്ഷെ ഈ വിസ അപ്രൂവ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലിഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ ഇൻഷുറൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം ഏകദേശം ഒരു 50,000 യൂറോ, മിനിമം ഒരു 50,000 യൂറോ ഇൻഷുറൻസ് എങ്കിലും നമുക്ക് ആവശ്യമായിട്ട് വരും. അതും കൂടെ കൈ കരുതും. കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.